ഗൈസ്, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ നമ്മൾ കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് നല്ല ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ഈ ഒരു റോസ് പൂവാണ്. ഇതുപോലെ തന്നെ കുറേ പൂക്കളുണ്ട് കേട്ടോ. എല്ലാ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് കൊച്ചു കൊച്ചു പൂക്കളാണ്. ഇതുപോലെ കുറേ ഉണ്ട്. ഇതിൻ്റെ പേരാണ് നെയ്ച്ചൂറ്റല എന്നൊക്കെ പറയും. എന്തെങ്കിലും പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളിവിടെ എത്തുമ്പോൾ ഇതാ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാം. അങ്ങനെയൊരു കൗങ്ങളുണ്ട് അവിടെ കുറച്ചൊക്കെ. പിന്നെ നമ്മളത് ഫ്ലാഗ് തൈയാണ്. ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ നമ്മളെ റോസ് പൂ ഉണ്ട് കേട്ടോ. ഇതാണ് റോസ് പൂ. നേരെ കാണിച്ചു കേട്ടോ ഞാൻ. ഇങ്ങനെ പോവാണ്. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളത് ഇവിടെയാണ് തുടങ്ങുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു കൊങ്ങൻ തൈ ഉണ്ട്. പിന്നെ ഇവിടെ തെങ്ങുണ്ട്. പിന്നെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കലാവിഷ്പം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു പൂ കേട്ടോ. നല്ല കുറേ പിരിക്കുണ്ടാവും. അതിൻ്റെ പൂവ് ഇതാണ് കേട്ടോ. ഒന്ന് ഫ്രഷായിട്ട് കാണിച്ചു തന്നെ. അതാണ് അതിൻ്റെ പൂവ് കേട്ടോ. പിന്നെ അതങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. കുറേ ലവ് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലവ് ബേർഡ്സുകൾ നല്ല കൊടുത്തിട്ടാണ് പിന്നെ കൊത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പൂവിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതിന് നമ്മുടെ റോസ് പൂ. ഇത് പിന്നെ നമ്മളെ കാക്കാപ്പൂ, നേരത്തെ കാണിച്ചു തന്ന കാക്കാപ്പൂവിൻ്റെ വേറെ ഇതാണ്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ റോസ് പൂവാണ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ പത്തനംതിട്ട. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പൂവിൻ്റെ പേര് അറിയാവുന്നവരുടെ പ്രായ കമൻറ്റാണ്. ഇത് മാസം മറി. ഇങ്ങനെ എൻ്റെ പേരറിയുന്നു കമൻറ്റാണ്. ഈ കൊക്കിപ്പൂ അങ്ങനെ പോകുമ്പോൾ ഇനി ഇവിടെ വരെയുള്ള നമ്മളത് കേട്ടോ. പിന്നെ ഇനി കൃഷിയിലോട്ട് ഇങ്ങനെ വരുമ്പോൾ കൃഷി ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഉള്ള ചീനാപ്പറങ്കിയാണ്. നമ്മളെ അമ്മ നട്ടുവളർത്തിയ ചീനാപ്പറങ്കിയാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒക്കെയാണ്. പിന്നെ എല്ലാം നമ്മൾ ചീര നല്ല ഓടിരിക്കുന്ന ചീര കാണും. പിന്നെ ഇങ്ങനെ വരും നമ്മൾ ചീനാപ്പറങ്കി തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ പോകണം. പിന്നെ നമ്മളെ സ്വന്തം നല്ല തക്കാളികൾ പച്ചകൾ അവിടുത്തതുണ്ട്. ഉള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളു. ഇതൊക്കെ ഉള്ളൂടെ പോത്തത്. ഇനിയുള്ളതൊക്കെ അവിടെ അപ്പുറത്തൊക്കെ കൊണ്ട് അവിടെ ഒന്നുണ്ട്. കുറച്ച് പൂത്തിട്ടുണ്ട്, എന്നാൽ പൂത്തിട്ടില്ല. അങ്ങനത്തെ ഇനി ഉള്ളത് തന്നെ ഉള്ളു. പിന്നെ നമ്മൾ കരിയേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. നമ്മളത് ഷീസൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ മുറിയൊക്കെ ആയാൽ നല്ലത് വേണം സഹായിക്കുന്ന ഒരു ഇതാണിത്. ഇതിൻ്റെ നീരെടുത്തിട്ട് മുറിയിൽ ഒഴിച്ചാൽ നമ്മൾ മുറിയൊക്കെ മാറും. പെട്ടെന്ന് നാളാകുമ്പോൾ കുറച്ചൊക്കെ ഭേദമായി കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൻ്റെ പേര് മുറി കൂട്ടിൻ്റെ ഇല കേട്ടോ. മുറിൻ്റെ കൂട്ടിൻ്റെ ഇലയാണ്. അപ്പം എല്ലാവരും ഇത് വളർത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇത്ര അങ്ങനത്തെ വീഡിയോ. ബൈ.